ഹലോ. അവനവനിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുക എന്നൊരു യാത്ര, അത്തരൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്ത് യാത്രയാണെന്നറിയോ? നമുക്കൊരു ഭാവമുണ്ട്. ഇപ്പം ഞാൻ ഗീതാഭിഷിയാണ്, ഇന്നയാളുടെ ഭാര്യയാണ്, മാധ്യമപ്രവർത്തകയാണ്, എന്നിൽ നിന്ന് സമൂഹം ഇന്നതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു യാത്ര അല്ലെങ്കിൽ ഞാനൊരിടത്ത് ഇറങ്ങിയാൽ എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇന്ന സൗകര്യങ്ങളില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇച്ചിരി കുഞ്ഞായിട്ട് നമ്മൾ നിരത്തിയിട്ടുണ്ട്. ഇതെല്ലാം വേർപെടുത്തി അങ്ങനെ ഒരു യാത്ര പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു യാത്ര പോകാം എന്ന് നമ്മളെ നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വേണു, അഥവാ ഞങ്ങളുടെയൊക്കെ വേണുചേട്ടൻ. എനിക്ക് എത്രയെല്ലാം ഡിറ്റാച്ച്ഡ് ആണെങ്കിലും വേണു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വേണുചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു അടുപ്പാണ് കൂടുതൽ ധ്വനിക്കുന്നതെങ്കിലും സത്യത്തിൽ വളരെ ആദരവാണ് ആ ഒരു ഇതിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് അത്ര ഡിറ്റാച്ച്ഡായിട്ട് ക്യാമറാമാൻ വേണു എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. അപ്പോൾ അദ്ദേഹം എഴുതിയ നഗ്നരും നരഭോജികളും എന്ന പുസ്തകമാണല്ലോ വിഷയം. ആ വിഷയം വരുമ്പോഴത്തേക്ക് അത് നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മുൻവിധിയുണ്ട്. നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയോ, പുസ്തകത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ ഒന്നും അല്ല നമ്മൾ വായിക്കാനിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് യാത്ര കാണും, ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ കാണാം. കാരണം അത് വായിക്കാനെടുത്തപ്പോഴേ ഇന്ദുഗോപൻ്റെ, ഉണ്ണിയാറിൻ്റെ ഒക്കെ ഒരു ആമുഖമുണ്ട്. അത് വായിക്കണോ എന്നൊരു ചിന്താഗതിയേക്കാൾ ആദ്യം തന്നെ തീർച്ചയായിട്ടും നല്ല പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ട് ആ ബുക്ക് കൈ കിട്ടിയപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് അതിനകത്തെ ഓരോ ചിത്രങ്ങളായിട്ട് ഇങ്ങനെ കാണുകയാണ്. എൻ്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പൊതുവേ ഇത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ പുറകീന്ന് ഇങ്ങനെ മറിച്ച് ഫ്ലിങ്കോകൾ അതിമനോഹരമാണ് ശരിക്കും. അങ്ങനത്തെ ചിത്രങ്ങൾ അത് കണ്ട് വരുമ്പോൾ തന്നെ ഒരു ചിത്രം എന്നെ വല്ലാതെ ഒന്ന് പിടിച്ചു നിർത്തി. ഒരു ചെറിയ കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു പടം. ആ പ്രലോഭനം വിട്ട് ഞാൻ വീണ്ടും മുന്നോട്ട് വന്നാണ് വായിച്ച് പിന്നെ സ്വാഭാവികമായി ഉള്ളടക്കത്തിലേക്ക് കടന്ന്. പക്ഷെ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം, അത് മടക്കി വെച്ചതിന് ശേഷവും നമ്മളെ ആ ഒരു നിമിഷം ആ പുസ്തകത്തിൽ അതിൽ എത്രയോ ഗംഭീരമായ ഓർമ്മകളുണ്ട്, യാത്രയുണ്ട്, മനോഹര ചിത്രങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ഓരോന്നും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനെ എല്ലാം കടത്തിക്കൊണ്ട് പോലും ഒരു നിമിഷം, അത് ജീവിതത്തിലെ ഏറ്റവും യാദൃശ്ചികമായ ഒരു നിമിഷം, അവിടെ ഒരു വിസ്മയം ഇങ്ങനെ കടന്നു വരിക. രണ്ട് മനസ്സുകൾക്കിടയിൽ പ്രത്യേകിച്ച് യാതൊരു കണക്കെടുപ്പോ ഇല്ലാതെ പിന്നീടുള്ള ജീവിതത്തിൽ അത്രയും കൂട്ടുപോരുന്ന ഒരു ഗംഭീര അനുഭവമായിട്ട്. അതല്ലെങ്കിൽ അതേവരെയുള്ള ജീവിതത്തിൽ നിന്ന് ഒരു വേരും ഇപ്പറേക്കില്ലാതെ ആ വേരിൽ നിന്നല്ലാതെ പൊടിച്ച, അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിലേക്കുള്ള നാമ്പായിട്ട് സൂക്ഷിക്കേണ്ട യാതൊരു ഭാരവുമില്ലാത്ത ഒരു അനുഭവം, ഒരു കൂടിക്കാഴ്ച, ഒരു കണ്ടുമുട്ടൽ. അത്ര ഒരു ഗംഭീര നിമിഷമായിരുന്നു ആദ്യം എൻ്റെ മനസ്സിനെ പിടിച്ചടക്കിയ ആ ചിത്രമെന്ന് പിന്നീടാണത് മനസ്സിലായത്. ആ ചിത്രത്തിൻ്റെ അതിനെക്കുറിച്ച് എഴുതുന്നത് അതുപോലെയാണ് ഇതിലെ ഓരോ അനുഭവങ്ങളും. പക്ഷേ അതിൽ ഏറ്റവും എന്തൊക്കെയായിട്ടും എൻ്റെ മനസ്സിൽ പിന്നെയും ബാക്കി നിൽക്കുന്നത് ആ ചിത്രം തന്നെയാണ്. ആ ചിത്രത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇതിനകത്ത് ഉണ്ണിയാർ എഴുതിയിരിക്കുന്ന ഉടമ്പടികൾ ലംഘനങ്ങൾ എന്നുള്ളൊരു ആമുഖമുണ്ട്. അതിനകത്തൊരു ശകലം ഞാൻ വായിക്കാം. ആദ്യ അധ്യായത്തിലെ രാത്രി താമസത്തിൻ്റെ വിവരണത്തിൽ അനിശ്ചിതത്വത്തിൻ്റെ, നാം ശീലിച്ച സുരക്ഷയുടെ ചുറ്റുവട്ടങ്ങളില്ലാത്ത അനുഭവം കാണാം. അതിൽ അയാൾക്ക് അസ്വസ്ഥതയില്ല. സ്വയം തിരഞ്ഞെടുത്ത ദീർഘയാത്രയിൽ ഇതെല്ലാം സ്വാഭാവികവും സംഭവ്യവുമാണെന്ന്. ആദ്യം വേണിച്ചേട്ടൻ്റെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്, സോളോ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ. നേടിയ അറിവിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ് സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നത്. അപരിചിത്വം എന്നത് പ്രകൃതിയോടായാലും മനുഷ്യനോടാണെങ്കിലും ഇതിൽ കാണുക പ്രയാസമാണ്. യാത്രയുടെ തുടക്കം മുതൽക്കേ കാണുന്ന ഓരോ മനുഷ്യനുമായും സ്നേഹം നിറഞ്ഞ ചിരിയിലൂടെയാണ് ആ പാരസ്പര്യം കൈമാറുന്നത്. ഭാഷ, ദേശം, ജാതി, വർഗം, മതം എല്ലാം ഈ ചിരിയുടെ മുമ്പിൽ അപ്രത്യക്ഷമാകുന്നു. അതാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുടെ കൈമുതൽ അതാണ്. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തതും അതായിരിക്കാം. ഈ നമ്മളുടെ ഇത്തരം ചില ഭാവങ്ങളെ ഊരിക്കളയാനായിട്ട്, നമ്മൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള അനുഭവങ്ങളിലേക്ക് മനസ്സ് തുറന്നു വയ്ക്കാനായി ഒക്കെയുള്ള ആ ഭാവമാണ് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ഇത്തരം ഒരു യാത്ര പോകാൻ ഒരിക്കലും സാധ്യമല്ലാത്തതിൻ്റെ കാരണവും.
ആ യാത്രക്കിടയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഈ പറഞ്ഞല്ലോ, നമുക്ക് യാതൊരു ഇതുമില്ലാത്ത ഒരുപാട് ആൾക്കാരെ നമ്മളിതിൽ കണ്ടുമുട്ടുന്നുണ്ട്. യാത്രയിൽ ലിഫ്റ്റ് കൊടുത്തപാടെ മൊബൈൽ ഫോൺ നീട്ടിയിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് എനിക്ക് 100 രൂപ സർ തരൂ സർ എന്ന് പറഞ്ഞിട്ട് തൻ്റെ പ്രാരാബ്ദം മുഴുവൻ പറയാണ്. പറഞ്ഞതിന് ശേഷം അവസാനം മേടിച്ചിട്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം എല്ലാം കൂടെ ഒരു എത്ര രൂപയ്ക്ക് തീരും? അപ്പോൾ പുള്ളി പറയുന്നു 40 രൂപ സർ, കാരണം അവിടെ ഒരു സ്മോളിന് എന്തിനോ 40 രൂപയായിരുന്നു. ഇത്തരം കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു ഈ പോഷോയോടൊപ്പമുള്ള അനുഭവം എന്ന് പറയുന്നത്. അവർക്ക് ഇവർക്കിടയിലെ ഭാഷ ചിരിയുടേത് തന്നെയാണ്. അത് നിങ്ങൾ തന്നെ വായിച്ച് കാണണം കേട്ടോ, കാരണം അത് ഞാൻ പറഞ്ഞു തരില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു അനുഭവം. അത് എനിക്ക് കിട്ടിയിരിക്കുന്ന പദസ്വാധീനം പോരാ ശരിക്കും അത് വ്യക്തമാക്കാൻ. പക്ഷെ ഒരു കാര്യം പറയാം, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിട്ട് അതിന് മറുപടിയായി അവൻ്റെ മുഖത്ത് അഭൗമമായ ഒരു പ്രകാശം തെളിഞ്ഞു വരാൻ തുടങ്ങി. എന്നിട്ട് ആ പ്രകാശം മനുഷ്യരിൽ അത്യപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു മനോഹര മന്ദഹാസമായി അവൻ്റെ മുഖത്ത് വളർന്നു. ഇനി ഞാൻ ഒരു സെൻറ്റൻസ് കൂടെ അതിൽ നിന്ന് വായിക്കുള്ളൂ. അത് കുറേ നേരം കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്തും തിരിച്ചു വന്നിട്ട് ഞാൻ തിരികെ കാറിൽ വന്നിരുന്നു. പോഷോ മനസ്സിൽ നിന്നും മറയുന്നില്ല. എന്നെ ഇത്രയധികം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ടുള്ളവർ വേറെ ആരൊക്കെയുണ്ടെന്ന് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ കുറച്ച് മുഖങ്ങൾ മാത്രമാണ് ഓർമ്മ വരുന്നത്. എല്ലാം തന്നെ ഏറ്റവും അടുപ്പമുള്ളവരാണ്. അപരിചിതർ ആരുമില്ല. പോഷോയുടെ ആ ഇന്നസെൻസ്, നിഷ്കളങ്കത, അവർക്കിടയിലുണ്ടായ ആ ഒരു ദിവ്യമായ നിമിഷം, അത് നമ്മളുടെയും മനസ്സിലേക്ക് ശരിക്കൊരു പ്രകാശമുള്ള മന്ദഹാസമായിട്ട് പടരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ബുക്കിനോട് നീതിയല്ല ചെയ്യുന്നത്, ഈ ഒരൊറ്റ മരണം മാത്രമേ എടുത്ത് മാറുന്നത്. പക്ഷേ ഈ ബുക്ക് നിങ്ങൾ വായിക്കുക, അത് നിങ്ങളുടെ അനുഭവമാണ്, എൻ്റെ അനുഭവം മാത്രമല്ല. ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ആരാണ് എന്ന് നമുക്കും അറിയണ്ടേ. ഇത് ഒരാൾക്ക് മാത്രം കിട്ടി നമ്മളെ വിസ്മയിപ്പിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യുന്ന എന്തെല്ലാം സാധ്യതകളാണ് ജീവിതത്തിൽ ബാക്കി നിർത്തുന്നത് എന്നാലോചിക്കാൻ ഏറ്റവും ബെസ്റ്റ് വായനാനുഭവമാണ്. ശുഭരാത്രി.